വലിയ വമ്പൻ സിനിമകളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രികളിലൊക്കെ കാണുന്നത്. അങ്ങനെ വമ്പൻ സിനിമകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരു വമ്പൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് എമ്പുരാൻ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് വലിയ ബജറ്റിലും അത്ര വലിയ ക്യാൻവാസിലുമാണ് ആ ചിത്രം ഒരുക്കിയത്. ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. ലൂസിഫർ മോശമൊന്നുമല്ലായിരുന്നു. എന്നാൽ എമ്പുരാൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര വലിയ ക്യാൻവാസിലും എത്രമാത്രം ചെലവാക്കിയുമാണ് ആ ചിത്രം എടുത്തിരിക്കുന്നതെന്ന്. എന്നാൽ ഇതേ ചൂട് പിടിച്ചുകൊണ്ട് നിരവധി ചിത്രങ്ങൾ മോളിവുഡിലും പിറക്കുന്നുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന പേട്രിയോട്ട് എന്ന ചിത്രവും വലിയ ബജറ്റിലാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. എന്നാൽ ആ ചിത്രം കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ പൈസ മുടക്കിയതിന് ആ ചിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നത്. പണ്ടും ഇതുപോലെയാണ്, പൈസ മുടക്കി വലിയ ക്യാൻവാസിൽ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ എത്തിയാലും ആ ചിത്രത്തിൽ അങ്ങനെ ഒന്നും കാണുകയുമില്ല. അതുകൊണ്ട് കണ്ടു തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും എമ്പുരാൻ കഴിഞ്ഞ് L3 വരുമ്പോൾ അതിന്റെ ഒരു ക്യാൻവാസ് എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഇപ്പോഴേ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ L3 കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നതും. ലൂസിഫറിന്റെ മൂന്നാം ഭാഗം L3 അസ്രയേൽ ഉണ്ടാകുമെന്ന് തിരക്കഥാകൃത്തായ മുരളി ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ്. ഒരു ട്രിലജി ആയിട്ടാണ് തുടക്കം മുതലേ താൻ ഈ കഥ ആലോചിച്ചതെന്നും തന്റെ മനസ്സിൽ വരുന്നതാണ് എഴുതുന്നത്, അത് ചിലപ്പോൾ ഹിറ്റാകാം അല്ലെങ്കിൽ ഫ്ലോപ്പ് ആകാമെന്നും അദ്ദേഹം പറയുകയാണ്. ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയത്. പിന്നീട് ആരാധകർ അത് ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യം നിർമ്മാതാവ് പറഞ്ഞു, പിന്നീട് സംവിധായകൻ പറഞ്ഞു, ഇപ്പോഴിതാ തിരക്കഥാകൃത്ത് കൂടി പറഞ്ഞിരിക്കുകയാണ് L3 വരുന്ന കാര്യം എന്നത്. L3 ഒരു ട്രിലജി ആയിട്ടാണ് താൻ തുടക്കം മുതലേ ആലോചിച്ചത്. നാച്ചുറലായി അതിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകേണ്ടതാണ്. ഞാൻ എന്റെ മനസ്സിൽ വരുന്നതാണ് എഴുതുന്നത്. പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഞാൻ എഴുതാറില്ല. നമ്മൾ എഴുതുന്നത് ചിലപ്പോൾ ഹിറ്റാകാം, ഫ്ലോപ്പ് ആകാം. മുരളി ഗോപിയുടെ വാക്ക് ഇങ്ങനെയായിരുന്നു. അതേസമയം ലൂസിഫർ 3 റിക്യോൺ അവതരിപ്പിച്ച ഷില്ലോങ് ഷിന്നിനെ കൂടാതെ കൂടുതൽ വില്ലൻ കഥാപാത്രങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് സംവിധായകൻ പൃഥ്വിരാജ് മുൻപ് പറഞ്ഞിരുന്നു. വിവാദങ്ങൾക്കും റീസെൻസറിങ്ങിനും ഇടയിലും വലിയ കളക്ഷനായിരുന്നു എമ്പുരാൻ തിയേറ്ററുകളിൽ നിന്നും നേടിയത്. സിനിമ 260 കോടിക്ക് മുകളിൽ സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റ് പദവിയും നേടിയുണ്ടായി വേൾഡ് വൈഡ്. ചിത്രത്തിന്റെ പ്രമേയത്തിന് കൈയടികൾ ലഭിച്ചെങ്കിലും മേക്കിംഗ് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മൂന്നാം ഭാഗം ഈ കുറവെല്ലാം പരിഹരിച്ചാകും എത്തുക എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. മൂന്നാം ഭാഗത്തിൽ പ്രണവ് മോഹൻലാലിന്റെ വരവിനെ കുറിച്ചും പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാക്കുകൾ പറഞ്ഞിരുന്നു. ഒരു ചെറിയ ഭാഗത്തിൽ മാത്രമേ പ്രണവിന്റെ വരവ് കാണുകയുള്ളൂ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പോൾ കൂടുതൽ ഖുറേഷിയും സ്റ്റീഫനും അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുന്ന സിനിമ തന്നെയായിരിക്കും. അത് തന്നെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗവും. ഇങ്ങനെയൊക്കെ മോളിവുഡിൽ സിനിമകൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ വലിയ ഹൈപ്പും വലിയ പ്രതീക്ഷയും അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും കേൾക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം കൂടി മോഹൻലാലിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അത് ഋഷഭ എന്ന ആ പാൻ ഇന്ത്യൻ ചിത്രമാണ്. ദ്വിഭാഷയിൽ ഒരുങ്ങുന്ന ചിത്രം എന്നാണ് അതിനെ പറയപ്പെടുന്നത്, തെലുങ്കിലും മലയാളത്തിലും. ഋഷഭ എന്ന ചിത്രം 200 കോടി ബജറ്റിലാണ് വരുന്നത്. അങ്ങനെ ഒരു ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് മോളിവുഡിൽ പുതിയൊരു നാഴികക്കല്ല് കൂടിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ റിലീസ് വരെ പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഒട്ടും ഹൈപ്പില്ലാതെ, വലിയ വാർത്തകളില്ലാതെ, വലിയ ചലനങ്ങളില്ലാതെ ഒതുങ്ങിയിരിക്കുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ചിത്രം എന്നതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഗംഭീര ഓളമുണ്ടാക്കാനുള്ള ഐറ്റമാണ്. ഇങ്ങനെയൊക്കെ വലിയ സിനിമകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മറ്റ് ഭാഷയിലും വമ്പൻ സിനിമകൾ പിറന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിറക്കുമ്പോഴും മലയാളികൾക്ക് സന്തോഷിക്കാൻ കാരണം ആ സിനിമയിലും മലയാള സാന്നിധ്യം ഉണ്ട് എന്നതാണ്. ഇപ്പോഴത്തെ ജയിലർ 2ഉം കൂലിയും ഒക്കെ വന്നാലും എല്ലാത്തിലും ഒരു മലയാളി സാന്നിധ്യമുണ്ട്. ഒന്നുകിൽ മോഹൻലാൽ അല്ലെങ്കിൽ മലയാളത്തിലെ മറ്റ് ഗംഭീര താരങ്ങൾ എന്നതൊക്കെ. ഇപ്പോഴത്തെ കൂലി എന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് ഉടനെ എത്താൻ പോകുന്ന ആ വലിയ ക്യാൻവാസിലുള്ള മുതൽ മുടക്കുള്ള സിനിമ. കൂലി സിനിമ കണ്ട് പ്രേക്ഷകർ ഇറങ്ങുമ്പോൾ സൗബിൻ ഷാഹിർ നാട്ടിലെ സംസാര വിഷയമാകുന്ന സംവിധായകൻ ലോകേഷ് കനകരാജ് പറഞ്ഞതാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൗബിന്റെ ഡാൻസിന് ഒരുപാട് ആരാധകരുണ്ടെന്നും എത്രയും വേഗം ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ആകുന്നത് നല്ലതായിരിക്കുമെന്നും ലോകേഷ് പറയുകയാണ്. കൂലിയുടെ ഇവന്റിലായിരുന്നു ലോകേഷ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സൗബിൻ സാർ, ഈ സിനിമ കഴിയുമ്പോൾ നിങ്ങൾ നാട്ടിലെ സംസാര വിഷയമാകും. പൊതുവെ നിങ്ങളുടെ അഭിനയത്തിന് ഫാൻസ് ഉണ്ടാകും. ഇപ്പോൾ ഡാൻസിനുമായി ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചതിനും സമയം തന്നതിനും വളരെ നന്ദി. ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ആകുന്നതായിരിക്കും നല്ലത്. തമിഴിൽ നിന്നും ധാരാളം ഓഫർ വരും, ലോകേഷ് പറഞ്ഞു. ഇതുകൂടാതെ ഇതേ വേദിയിൽ ചില വിവാദങ്ങളും ഉണ്ടായി എന്നതാണ് കൗതുകം. അത് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയായിരുന്നു. ഏറെ നാളുകളായി കൂലിയുടെ ഇവന്റ് പരിപാടിയുടെ പൂർണ്ണ രൂപത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് പരിപാടിയിലെ രജനീകാന്തിന്റെ പ്രസംഗത്തിനായിരുന്നു. ഇപ്പോൾ ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചിലർ. എല്ലാവരെയും പേരെടുത്ത് വിളിച്ച് പ്രശംസിക്കുന്ന രജനീകാന്ത് ഇത്തവണ സൗബിനെ മുടിയുടെ കാര്യത്തിൽ കളിയാക്കിയെന്നും അത് ബോഡി ഷേമിംഗ് ആണെന്നുമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച. കൂലിയിലെ ഒരു പ്രധാന കഥാപാത്രം ആര് ചെയ്യുമെന്ന സംശയത്തിൽ ഇരിക്കുമ്പോഴാണ് ലോകേഷ് സൗബിന്റെ കാര്യം പറഞ്ഞതെന്നും മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ച ആളാണ് സൗബിൻ എന്നൊക്കെ പറഞ്ഞു. സൗബിനെ കണ്ടപ്പോൾ കഷണ്ടി, ഉയരക്കുറവ്, അദ്ദേഹം എങ്ങനെ ആ കഥാപാത്രം ചെയ്യുമെന്ന് രജനി ലോകേഷിനോട് ചോദിച്ചു. അപ്പോൾ ലോകേഷ് പറഞ്ഞു, നോക്കിക്കോ സാർ, ഗംഭീര ആർട്ടിസ്റ്റ് ആണ്, 100% നല്ലത് ആയിരിക്കുമെന്ന്. അങ്ങനെയാണ് സൗബിനെ കാസ്റ്റ് ചെയ്തത് എന്ന് വേദിയിൽ രജനികാന്ത് പറഞ്ഞു. രജനികാന്ത് കളിയാക്കിയാൽ പ്രശ്നമില്ല, മറിച്ച് മോഹൻലാലോ മമ്മൂട്ടിയോ ഇതുപോലെ പരാമർശങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ എന്തൊക്കെ പുകിൽ ഉണ്ടായേനെ എന്നും ആരാധകർ ചോദിക്കുന്നു. മുൻപ് ഇതുപോലെ സംവിധായകൻ ജൂഡ് ആന്റണിയുടെ മുടിയെ ചൊല്ലി മമ്മൂട്ടി പറഞ്ഞ കമന്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചാ വിഷയം ആയിരുന്നു. ഒരു തമിഴ് സിനിമയുടെ ഇവന്റിൽ മറ്റ് ഇൻഡസ്ട്രിയിലെ നടന്മാരായ സൗബിൻ, അമീർ ഖാൻ എന്നിവരെ കളിയാക്കി സംസാരിച്ച് അതൊക്കെ തമാശയാണെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നും ചോദ്യങ്ങൾ ഉയരുകയാണ്.
തീരുകയാണ്. ഇവന്റിൽ രജനീകാന്ത് അമീർ ഖാനെ കുറിച്ച് പറഞ്ഞത് ബോളിവുഡിൽ ഒരു വശത്ത് ഷാറുഖ് ഖാൻ, മറുവശത്ത് സൽമാൻ ഖാൻ, ഇവരുടെ ഇടയിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നുണ്ടല്ലോ അമീർ ഖാൻ. പക്ഷേ രജനീകാന്ത് അവരെ കളിയാക്കിയത് അല്ലെന്നും അദ്ദേഹം എല്ലാ ഇന്റർവ്യൂകളിലും ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് നിരവധി പേർ രംഗത്തെത്തി. അതുപോലെ തന്നെ ശ്രുതി ഹസനെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്ത കഥയെക്കുറിച്ചും പറഞ്ഞപ്പോഴും ആദ്യം ശ്രുതി ഗ്ലാമർ നടിയല്ലേ, ഇത്തരം കഥാപാത്രം ചെയ്യുമോ എന്നാണ് രജനി പറഞ്ഞത്. അവസാനം നടിയെ പുകഴ്ത്തി പറയുകയും ചെയ്തു. രജനീകാന്ത് ആകെ മൊത്തം 40 മിനിറ്റാണ് വേദിയിൽ സംസാരിച്ചത്. മുൻപും നടൻ ഇത്തരം ഇവന്റുകളിൽ കളിയാക്കിയും തമാശ രൂപേണയും പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഇത്തവണ സൗബിനെ ആദ്യം കണ്ടപ്പോൾ കഷണ്ടി, പൊക്കക്കുറവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടുന്നത് പോലെയായി. ഒരാളെ പുകഴ്ത്താൻ എന്തിനാണ് അയാളെ താഴ്ത്തിക്കെട്ടുന്നത് എന്നാണ് ഇതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യവും. എന്താണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ള മറുപടി?